ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഈവനിങ് ടൈമിലെ കൃഷിയെ പരിപാലിക്കുന്ന രീതിയും ചെറിയൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം കാണുന്നത് ഉണ്ടമുളകാണ്. ആ നിരയിൽ തന്നെ നമ്മൾ ഉണ്ടമുളക്, കാന്താരി, രണ്ട് തരത്തിലുള്ള ഉണ്ടമുളകുണ്ട്. നീലയുണ്ട്, പച്ച കളറും ഉണ്ട്. പിന്നെ അടുത്തായിട്ട് തന്നെ നമ്മുടെ വെള്ളരിക്ക ഉണ്ട്, വാഴ, പിന്നെ ഒരു ചെറിയൊരു ചീര ഒരു എണ്ണയേ ഉള്ളൂ, അത് നാളെ തോരനെടുക്കാം. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്നത് പപ്പായയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, കമൻറ്റ് ചെയ്യണം. അതുപോലെ കരിയാപ്പുണ്ട്, അത്യാവശ്യം കുറച്ച് ഇഞ്ചി, പിന്നെ ഇത് നമ്മുടെ മുരിങ്ങത്തൈയാണ്. വിത്ത് പാകി അങ്ങനെ കിളിച്ച് കിട്ടിയിട്ടുള്ള നമ്മുടെ മുരിങ്ങത്തൈകളാണ്. ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് കൃഷികളുണ്ടെന്ന്. ഇപ്പം ഇവിടെ വാഴയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ. ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പയറിൻ്റെ അടുത്ത വിളവെടുപ്പ് ആണ്. അപ്പോൾ അത് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ വീടിന് മുകളിൽ കയറിയേ പറ്റൂ. വീടിന് മുകളിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അത്യാവശ്യം നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുന്ന കരിയാപ്പാണ് ഈ കാണുന്നത്. എടുത്തതിലില്ല. ഇനിയിപ്പം മക്കൾ വീടിന് മുകളിലേക്ക് കയറുക, നമുക്ക് സ്റ്റെയർ ഇല്ലാത്തതിനാൽ കോണി കയറി വേണം പോവാൻ. അങ്ങനെ മുകളിലെത്തി മുറമൊക്കെ ആയിട്ട് മക്കൾ ഫ്രണ്ടിൽ പോകും, ഞാൻ ബാക്കിൽ വരിക. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പയറുതോട്ടം. പയറുതോട്ടം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ച കളർ പയറായിരുന്നു. ഇത് നമ്മുടെ കറുപ്പുമല്ല, എന്താ പറയണ്ടേ, വയലറ്റ് കളറ് പയർ. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് എന്തോ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നല്ല വെയിലൊക്കെ അടിച്ചിട്ട് നല്ല ഇതായിട്ട് കിടക്കും. അതായത് എന്താ പറയണ്ടത്, നമ്മുടെ പറിക്കേണ്ട പരുവത്തിൽ നിന്ന് ഇച്ചിരി കൂടെ മൂത്ത് പോയി പയർ. അപ്പം അങ്ങനെ ഒരുപാടൊന്നുമില്ല, അത്യാവശ്യത്തിനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും വിളവെടുക്കാം. ഞാനും മക്കളും കൂടെ ഇത് പറിക്കുകയാണ്. അപ്പം പറിക്കേണ്ടതെല്ലാം ഇക്ക പറഞ്ഞു തരുന്നുണ്ട്. അതായത് അടുത്ത ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തണം. അപ്പം അത്യാവശ്യം പാകമായത് നോക്കി പറിക്കാൻ അവിടെ ഇക്ക നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടത്തേക്കുള്ള വെള്ളം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ ടാങ്കുണ്ട്. ആ ടാങ്കിൽ നിന്ന് വെള്ളം കോരി നമ്മളിതിൽ നനയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓസ് ഇങ്ങോട്ട് എത്താത്ത കാരണം ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ്. അടുത്ത് തന്നെ നമുക്ക് മാവുണ്ട്, മാങ്ങയുണ്ട് കണ്ടോ. പിന്നെ ഇതിപ്പം വേണ്ട ചെറിയ തൈകൾ, നമ്മൾ ഇതിപ്പം പയർ പറിച്ച് കഴിയുമ്പോഴത്തോടെ അത് ഇല്ലാണ്ടാവും. അപ്പോൾ അടുത്തതിനുള്ളതിന് വേണ്ടി നമ്മളവിടെ തൈകൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം മോളവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുക, എനിക്കൂടെ വീഡിയോയിൽ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് പറയുക. പിന്നെ ചക്കയുണ്ട്, വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു പ്ലാവുണ്ട്, അതിൽ അത്യാവശ്യം ചക്കയൊക്കെ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ, കടയിൽ പോവാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കാനുള്ളൊരു കൃഷിയുണ്ട്. ഇത്രയും പയറാണ് കിട്ടിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.